നത്തിങ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ പറയുന്ന കാര്യമാണ്. എന്താണെന്നറിയില്ല, കമൻറ്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ പറയുന്നത് ഞാൻ ഭയങ്കര നെഗറ്റീവാണ്, നത്തിങ്ങിനെ കുറിച്ച് എപ്പോഴും തരം താഴ്ത്തി പറയാൻ മാത്രമാണ് വീഡിയോ ഇടുന്നതെന്നൊക്കെ. ഇടയിൽ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നത്തിങ്ങിൻ്റെ ട്വിറ്ററിൽ തന്നെ പോയി കഴിഞ്ഞാൽ നത്തിങ് എഴുതും 1 അല്ലെങ്കിൽ 2 ക്യാമറ ഗ്രേറ്റർ ദാൻ 1+3 ബാഡ് ക്യാമറ എന്ന് പറഞ്ഞ് നത്തിങ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ നിന്നിട്ട് ഗെറ്റിംഗ് ചാർജർ ഗ്രേറ്റർ ദാൻ നോ ചാർജർ എന്ന് പറഞ്ഞ് ട്വീറ്റ് ഇട്ട് കഴിഞ്ഞാൽ മോനെ നത്തിങ് പിടിച്ചങ്ങ് ബ്ലോക്ക് ചെയ്യും. കാരണം നല്ല കാര്യങ്ങൾ പറയൂ, നത്തിങ് അപ്രീഷിയേറ്റ് ചെയ്യും, ക്രിട്ടിസൈസ് ചെയ്യൂ, നിന്നെ പിടിച്ചങ്ങ് ബ്ലോക്ക് ചെയ്യും. ഈ ഫോണിൻ്റെ ഒടുക്കത്തെ ഹൈപ്പ് കാരണം കുറേ ആൾക്കാർ അവരുടെ അച്ഛനെ അമ്മൂമ്മേനെയും ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും ഈ ഒരു നത്തിങ് സൈറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് ഇൻവൈറ്റ് കോഡ് കിട്ടി ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ആ ഒരു കോഡ് അടിച്ച് ആ ഒരു നത്തിങ്ങിൻ്റെ പ്രീ ഓർഡർ പാസ് 2000 രൂപ എടുത്ത് മേടിച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒരു പണിയും എടുക്കാത്ത ഒറ്റൊരുത്തിനെ ഇൻവൈറ്റ് ചെയ്യാത്തവന് പോലും ആ ഒരു നത്തിങ്ങിൻ്റെ സൈറ്റിൽ പോയിട്ട് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് ഓർഡർ ചെയ്യുന്ന 2000 പാസ് ഓപ്പൺ ആക്കി കൊടുത്തു. ഇത്തരത്തിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന പേരും പറഞ്ഞ് ഓരോരോ ഉടായ്പകൾ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻ ദ എൻഡ്. പൈസയ്ക്ക് വേണ്ടി നടത്തുന്ന ഒരു ബിസിനസ്സാണ് നത്തിങ് എന്ന് ഓർക്കുക. അല്ലാതെ നിങ്ങളതിനെ വർഷിപ്പ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടൊന്നും ഫോളോ ചെയ്യല്ലേ. എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നത്തിങ് ഫോൺ കൊണ്ട് യൂണിറ്റ് ഫ്രീ ആയിട്ട് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം മലയാളം ടെക് യൂട്യൂബർമാരുടെ ഇടയിലുണ്ട്. അതിൻ്റെ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദേഷ്യം തീർക്കുവാണ്. അതിനാണ് ഇവന്മാർ ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ചാനൽ വളർത്തിക്കൊണ്ടുവന്നത് കണ്ട കമ്പനികളുടെ യൂണിറ്റിന് വേണ്ടി കാത്തിരുന്നിട്ടൊന്നുമല്ല. നമ്മൾ പല രീതിക്കും യൂണിറ്റുകൾ മേടിച്ചിട്ടുണ്ട്, കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട്, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്, വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നതും നമ്മളെടുത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ വളർത്തിക്കൊണ്ടുവന്നതാണ്. അല്ലാണ്ട് കണ്ട ബ്രാൻഡിൻ്റെ സാധനത്തിന് വേണ്ടി കാത്തിരുന്ന് അത് കിട്ടാത്തതിൻ്റെ വിഷമത്തിലൊന്നും ചാനൽ വളർത്തിക്കൊണ്ട് പോകേണ്ട ഗതികേടൊന്നും മലയാളം ടെക് കമ്മ്യൂണിറ്റിക്ക് ഇല്ല. അങ്ങനെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങി റിവ്യൂ ഇടും. പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. ഡിയർ നത്തിങ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ട്വിറ്ററിൽ ഇന്നലെ ട്രെൻഡിങ് നമ്പർ 1 കയറി കിടന്ന സാധനമാണ് ഡിയർ നത്തിങ്. ഇപ്പോൾ ആ ഒരു ഡിയർ നത്തിങ് എന്ന് പറയുന്ന ഹാഷ്ടാഗിൽ നിന്നും ബോയ്ക്കോട്ട് നത്തിങ് എന്ന് പറയുന്ന ഹാഷ്ടാഗിലേക്ക് മാറിയിട്ടുണ്ട്. സോ സത്യത്തിൽ എന്താണ് ഈ ഒരു ഡിയർ നത്തിങ്, എന്താണ് സംഭവിച്ചത്, ഇത് എങ്ങനെയാണ് ഒരു നാഷണൽ ഇഷ്യൂ ആയത്? ഈവൻ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വന്നു. വേറൊന്നുമല്ല, ഇന്നലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള 4 കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് 4 ലാംഗ്വേജുകളിൽ, ഏതാണ് തെലുങ്കിൽ പ്രസാദ് ടെക് എന്ന് പറഞ്ഞ്, കന്നഡയിൽ ടെക് ഇൻ കന്നഡ, അതേപോലെ തമിഴിൽ തമിഴ് ടെക്, അതേപോലെ നമ്മുടെ മലയാളത്തിൽ നമ്മുടെ സ്വന്തം മിസ്റ്റർ പെർഫെക്റ്റ് ടെക് നിതിൻ പുള്ളിയും വീഡിയോ ഇട്ടിട്ടുണ്ടായി. വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, നത്തിങ്ങിൻ്റെ നമുക്കറിയാലോ ഫസ്റ്റ് നത്തിങ് യൂണിറ്റ് കൊടുത്ത ആർക്കാണ്? MKBHDക്കാണ്. കാരണം ഗ്ലോബലി ഒരു റീച്ച് കിട്ടണം എന്നുള്ളതുകൊണ്ട് MKBHDക്ക് കൊടുത്തു. അതിനുശേഷം നോക്കിയപ്പോൾ അത് പല ഹിന്ദി ക്രിയേറ്റേഴ്സ്, എല്ലാ ഹിന്ദി ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലും, പ്രമുഖമായിട്ടുള്ള ഹിന്ദി ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലും ഇന്ത്യയിൽ ഇംഗ്ലീഷിൽ വീഡിയോ ഇടുന്നവർക്കും മാത്രമായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവരുടെ വീഡിയോസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇന്നലെയും ഇന്നുമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോൺ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്ന നത്തിങ് ഹിന്ദിയും ഇംഗ്ലീഷുകാരെ മാത്രം ഫോക്കസ് ചെയ്തുള്ളൂ. അല്ലാണ്ട് മറ്റ് റീജിയണൽ ലാംഗ്വേജ്, സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ എന്നൊന്നുമില്ല, റീജിയണൽ ലാംഗ്വേജസിൽ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, മറാഠി, ഭോജ്പൂരി, ബംഗാളി, ഗുജറാത്തി എന്നിങ്ങനെ ഇന്ത്യയിലുള്ള റീജിയണൽ ലാംഗ്വേജിലുള്ള പോപ്പുലർ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ആർക്കും തന്നെ യൂണിറ്റ് അയച്ചു കൊടുത്തില്ല. പക്ഷേ ഈ പറഞ്ഞ ഗുജറാത്തി, ഭോജ്പൂരി, ബംഗാളി ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് അവർക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഹിന്ദി സംസാരിക്കാനും ഹിന്ദി മനസ്സിലാക്കാനും അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ള ആൾക്കാർ വീഡിയോ ലോഞ്ച് ചെയ്തപ്പോൾ അവർ ഹിന്ദി കണ്ടു സമാധാനിച്ചു. പക്ഷെ നമ്മളോ, സൗത്ത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒന്നും ഹിന്ദി മനസ്സിലാവില്ല, എല്ലാവർക്കും ഒന്നും ഇംഗ്ലീഷും മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ള റീജിയണലായിട്ട് ടെക് ചാനൽസ് ഇത്രയധികം വളരുന്നതും. ആൻഡ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് അവരുടെ സ്വന്തം ഭാഷയിൽ, സ്വന്തം ലാംഗ്വേജിൽ ഓരോ കാര്യത്തിനെ കുറിച്ച് അറിയാനായിട്ടും. അതുകൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഒറ്റ ക്രിയേറ്റർ പോലും ഇത് കവർ ചെയ്യാത്തതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലുള്ള വ്യൂവേഴ്സ് വിചാരിച്ചു, നോർത്ത് ഇന്ത്യക്കാർ എല്ലാവരും കവർ ചെയ്തിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ ആൾക്കാരൊന്നും തന്നെ കവർ ചെയ്തിട്ടില്ല, ഇവരൊക്കെ പിന്നെ എന്ത് ടെക്കുകളാണ്, ഇവർക്കും കവർ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് അവസാനം കഷ്ടപ്പെട്ട് ഹിന്ദി വീഡിയോ ഇരുന്ന് കാണേണ്ടി വന്നു. പക്ഷേ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഈ റീജിയണുകൾ ഉള്ള അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് ഉള്ള ആർക്കും തന്നെ യൂണിറ്റ് കിട്ടാത്തതുകൊണ്ടാണ് ആക്ച്വലി വീഡിയോ കവർ ചെയ്യാനായിട്ട് പറ്റാത്തത്. അതുമാത്രമല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയുന്ന കൂട്ട് ഈ ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നത് ഇങ്ങ് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫോൺ നത്തിങ്ങിൽ അവർ കാൾപ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, വി ആർ ബേസ്ഡ് ഓൺ ടെക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് കമ്പനിയാണ് എന്ന്. കമ്മ്യൂണിറ്റി ബേസ്ഡ് കമ്പനിയാണെങ്കിൽ തമിഴ്നാട്ടിൽ വന്ന് ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലെ ആൾക്കാർ എന്താണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു റീജിയനിൽ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതൊക്കെ അറിയണ്ടേ, എന്നിട്ട് വേണ്ടേ മാർക്കറ്റ് ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഹിന്ദി മാത്രമാണ് ഇന്ത്യ മുഴുവനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ചെയ്തത് നത്തിങ്ങിൻ്റെ പുറകിലുള്ളൊരു മിസ്റ്റേക്കാണ്. പക്ഷേ യൂണിറ്റ് കിട്ടാത്തതിൽ എനിക്ക് പേഴ്സണലി വിഷമമൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ എല്ലാ ബ്രാൻഡുകളൊന്നും യൂണിറ്റ് അയച്ചു തരാറില്ല. പക്ഷേ വ്യൂവേഴ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം
സ്വന്തം കാശ് മുടക്കി ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ആക്കിയിട്ടുണ്ട്. 20-ാം തീയതി 22-ാം തീയതിക്കുള്ളിൽ വരും. നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് അൺബോക്സിങ് റിവ്യൂ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ റിവ്യൂ കാണണം എന്നുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി വെയിറ്റ് ചെയ്യും. എൻ്റെ റിവ്യൂ കണ്ടിട്ട് മേടിക്കണം എന്നുള്ള ആൾ എൻ്റെ വീഡിയോ വരാൻ വേണ്ടി കാത്തിരുന്ന് എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം തീരുമാനമെടുക്കും. സോ യൂണിറ്റ് കിട്ടാത്തതിൽ എനിക്ക് പേഴ്സണലി വിഷമമൊന്നുമില്ല. ആകെ ഈ ഒരു യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള 2 ഗുണമെന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഏറ്റവും ആദ്യം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇനിഷ്യലി നമ്മൾ കവർ ചെയ്യുവാണെങ്കിൽ ഇനിഷ്യലി ഉള്ള വ്യൂസ് കൂടുതൽ കിട്ടും, ഇനിഷ്യലി കുറച്ചുകൂടെ റീച്ച് കൂടുതൽ കിട്ടും എന്നുള്ളതും. പിന്നെ രണ്ടാമത്തേത് നമ്മുടെ ഓഡിയൻസിന് പെട്ടെന്ന് അവെയർ ആയിരിക്കാനായിട്ട് പറ്റും. ഇത്രയും നാളും കാത്തിരിക്കേണ്ടി വരില്ല റീജിയണൽ ലാംഗ്വേജ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനും നത്തിങ് കാരണമാണ്. പക്ഷേ യൂണിറ്റ് അയച്ചു തരണോ വേണ്ടയോ എന്നുള്ളത് ടോട്ടലി ബ്രാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ യൂണിറ്റ് കിട്ടുന്ന ഏതൊക്കെയാണ്, സാംസങ് യൂണിറ്റ് അയച്ചു തരാറുണ്ട്, ഐക്യു യൂണിറ്റ് അയച്ചു തരാറുണ്ട്. പക്ഷേ അവിടെയും എല്ലാ യൂണിറ്റുകളൊന്നും അയച്ചു തരാറൊന്നുമില്ല. അവർ വളരെ സെലക്റ്റീവായിട്ട് ഈ ഒരു ഓഡിയൻസിന് എന്തായിരിക്കും കാണാൻ താല്പര്യം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് സെലക്റ്റീവായിട്ടുള്ള യൂണിറ്റ്സ് നമുക്ക് അയച്ചു തരുമെന്ന് മാത്രം. അല്ലാണ്ട് എല്ലാ സാംസങ് ഫോണുകളും അല്ലെങ്കിൽ എല്ലാ ഐക്യു ഫോണുകളൊന്നും നമുക്ക് അയച്ചു തരാറില്ല. ഇനി അഥവാ ഒരു സാധനം അയച്ചു തന്നില്ല പക്ഷേ ഓഡിയൻസ് അത്രത്തോളം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടും, ഏറ്റവും കിട്ടും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ഇമോഷണൽ ഓഡിയൻസ് ആണ്. ഇമോഷണൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല വീഡിയോസ് കാണുമ്പോൾ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ പോയി ചീത്ത പറയുക. ഇനി ചീത്ത കേൾക്കാനാണ് താല്പര്യമെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ നല്ലത് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ന്യായം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ പോയിട്ട് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കുക, ചീത്ത പറഞ്ഞവനെ പുകഴ്ത്തുക. ഇങ്ങനെ ഒരു മിക്സഡ് ഓഡിയൻസ് നമ്മുടെ ഇടയിൽ കുറച്ചുണ്ട്. അതെനിക്ക് ആക്ച്വലി ജിയോ ഫോണിൻ്റെ വീഡിയോ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. കാരണം ജിയോ ഫോണിനെ കുറിച്ച് കുറേ ഹിന്ദി യൂട്യൂബേഴ്സ് ഇവരൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവരൊക്കെ പറയുന്ന അത്രയ്ക്ക് രീതിയിലുള്ള മോശമാണോ എന്നറിയാനായിട്ട് ഞാൻ ആ ഒരു ഫോൺ മേടിച്ചിട്ട് ആ ഒരു ഫോണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ടായി ഇതിൽ ഗെയിം കളിക്കാനൊന്നും പറ്റില്ല, ഭയങ്കര ബോറാണെന്ന്. സോ ഞാൻ ഗെയിം കളിച്ച് നോക്കി, എന്താണോ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് അത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നപ്പോൾ അത് പെയ്ഡ് പ്രൊമോഷനായി. എന്തോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനെന്തോ എൻ്റെ BGM സെറ്റിങ്സ് ഒക്കെ ട്വീക്ക് ചെയ്തിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്ന രീതിക്ക് ആക്കിയ മാതിരിയൊക്കെ. അതുപോലെ ക്യാമറ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഫോട്ടോ കാണിച്ചു തന്നു, അത്രേ ഉള്ളൂ. മോശമാണോ നല്ലതാണെന്ന് പറഞ്ഞത്, ഇത് അങ്ങനെയാണ് ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതും പ്രൊമോഷനായി. സോ അങ്ങനത്തെ ഒരു ഓഡിയൻസ് മെൻറ്റാലിറ്റി ഉണ്ട്. അപ്പോൾ സംഭവിച്ചത് ഈ 4 ടെക് ക്രിയേറ്റേഴ്സും വീഡിയോ ഇട്ടപ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഹ്യൂമറസ് എലിമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ കയ്യിൽ ഫോൺ ഇല്ല എന്ന് കാണിക്കാനായിട്ട് പെട്ടി തുറന്നിട്ട് പെട്ടിക്കകത്ത് നത്തിങ് എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രസൻറ്റ് ചെയ്തതെങ്കിലും തെലുങ്കിൽ പ്രസാദ് ടെക് എന്ന് പറഞ്ഞ പുള്ളി പ്രസൻറ്റ് ചെയ്ത സമയത്ത് പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ പുള്ളി തന്നെ ഒരു ലെറ്റർ പോലെ അടിച്ചിട്ട് ഹായ് പ്രസാദ്, ദിസ് ഫോൺ ഈസ് ഫോർ നോട്ട് ഫോർ സൗത്ത് ഇന്ത്യൻ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഒരു നത്തിങ്ങിൻ്റെ ഫോണ്ടിൽ ടൈപ്പ് ചെയ്തൊരു പേപ്പർ പോലെ ചുമ്മാ കോമഡിക്ക് ഇട്ടതാണ്. പക്ഷേ പുള്ളി സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിനെ താരതമ്യപ്പെടുത്താതെ എല്ലാ ലാംഗ്വേജിനും ഒരേപോലെ കാണണം എന്നുള്ള രീതിയിൽ പോയിട്ട് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഈ ലെറ്റർ ഒഫീഷ്യലി നത്തിങ്ങിൻ്റെ അടുത്തു നിന്നുമാണ് വന്നത്, എങ്ങനെ സൗത്ത് ഇന്ത്യൻ ആൾക്കാരെ അടിച്ചമർത്താൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ട്വീറ്റ് കൊണ്ടുപോയി. ആ പുള്ളി നല്ല വ്യക്തമായിട്ട് കമൻറ്റ് സെക്ഷനിൽ ഇട്ടിട്ടുണ്ടായി, ഇത് നത്തിങ്ങിൻ്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഒന്നുമല്ല, ഞാൻ തന്നെ ചെയ്തതാണ്, ഒരു ഫണ്ടിന് വേണ്ടി ചെയ്തതാണ്, ആ ഒരു ലെറ്റർ അല്ലാണ്ട് കാര്യമാണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറേ ആൾക്കാർ എന്നും പറഞ്ഞുകൊണ്ട് പോയി ട്വിറ്ററിൽ ഓരോരുത്തരും റീട്വീറ്റും ട്വീറ്റും ഒക്കെ ചെയ്യുന്നുണ്ടായി. കാര്യം എന്താണെന്ന് ചെയ്യാണ്ട് വേറെ രീതിക്ക് അത് പോയി ഭയങ്കര ഒരു ടോക്സിക് ആയിട്ടുള്ള രീതിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഡേഞ്ചറാന്ന് പറയാൻ കാരണം പല ആൾക്കാർ ഇപ്പോഴും അത് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഫ്രം നത്തിങ് ആണ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എല്ലാ റീജിയണൽ ലാംഗ്വേജുകളിലും ആണ് ഈ ഒരു ഫോണിൻ്റെ ഈ അൺബോക്സിങ് വേണം എന്ന് പറഞ്ഞത്. അതിലിപ്പോൾ ചില ആൾക്കാർ C4E ടെക് സൗത്ത് ഇന്ത്യൻ ആണല്ലോ, പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, അത് പറഞ്ഞിട്ടുണ്ട്. C4E ടെക്കിൻ്റെ തമിഴ് ചാനലല്ല കിട്ടിയിരിക്കുന്നത്, ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് ചാനൽ കൊടുത്തു. ഗീക്കി രഞ്ജിത്ത് പുള്ളി ഹൈദരാബാദുകാരനാണോ, പുള്ളിക്ക് കിട്ടിയിട്ട് പുള്ളി സൗത്ത് ഇന്ത്യൻ അല്ലേ. ഗീക്കി രഞ്ജിത്ത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്, അത് റീജിയണൽ ലാംഗ്വേജ് അല്ല. റീജിയണൽ ലാംഗ്വേജിൽ ഉള്ളൊരു കോണ്ടന്റ് ക്രിയേറ്ററിന് കിട്ടിയില്ല, ആ ഒരു കൊടുക്കാത്ത കാര്യം മോശമായി പോയി. അത് പുതിയൊരു ബ്രാൻഡ് ഇന്ത്യൻ മാർക്കറ്റിൽ തമിഴ്നാട്ടിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടുത്തെ ഓഡിയൻസിനെയും കൂടി പരിഗണിക്കാമായിരുന്നു. ആ പരിഗണിക്കാതെ പോയത് ഒരു തെറ്റാണ് എന്നുള്ള രീതിക്കാണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നിങ്ങളൊരു ടെക് പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം കാണുക, അല്ലാണ്ട് റീജിയണൽ ബേസിസിൽ അടി ഉണ്ടാക്കാനോ അല്ല നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ അടി ഉണ്ടാക്കാനോ ഹിന്ദി മലയാളം അങ്ങനെ പറഞ്ഞ് അടി ഉണ്ടാക്കാനോ ഒന്നും നിങ്ങൾ പോകണ്ട. നമ്മൾ ജസ്റ്റ് ടെക് കമ്മ്യൂണിറ്റി എന്നുള്ള രീതി മാത്രം ചിന്തിക്കുക. എന്തിന് ഞാൻ അന്ന് നമ്മുടെ സാംസങ്ങിൻ്റെ A52s വീഡിയോ ലോഞ്ച് ആയ സമയത്ത് ഫസ്റ്റ് നമ്മൾ ഇട്ട സമയത്ത് അതിൻ്റെ പ്രൈസ് ലേശം ഒരു 5000 രൂപ എന്തോ കൂടുതലായിരുന്നു. എന്തോരം വരെ ഒന്ന് നെഗറ്റീവ് അടിച്ചെന്നറിയോ, ഇത് ഈ ഒരു പ്രൈസ് പോയിന്റിനുള്ള ക്യാമറ ഇല്ല, ഈ പ്രൈസ് പോയിന്റിലെ പെർഫോമൻസ് ഇല്ല, പിന്നെ എന്തിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിൽ ഞാൻ രണ്ട് മൂന്ന് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായി, അതില്ല ഇതില്ല എന്നൊക്കെ. എന്നിട്ടും കുറേ ആൾക്കാർ ചീത്ത പറഞ്ഞു. പക്ഷേ
പിന്നീട് ആ ഒരു ഫോണിൻ്റെ പ്രൈസ് കുറഞ്ഞ സമയത്ത് എൻ്റെ അതേ വീഡിയോയിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ല ഫോൺ വേറെ ഏതാണുള്ളത്, പിന്നെ ബ്രോ എങ്ങനെ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയും എന്ന് തിരിഞ്ഞ ഒരു സംഭവമുണ്ട്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ഇമോഷണൽ ഓഡിയൻസ് ആണ്. അവർക്ക് എന്താണോ കേൾക്കാൻ താല്പര്യം അത് കേട്ട് കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആവും. അവർക്ക് എന്താണോ കേൾക്കാൻ താല്പര്യമില്ലാത്തത് അത് കേൾക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. സോ നിങ്ങൾ പ്രോപ്പർ ടെക് എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ന്യൂട്രലായിട്ടിരിക്കുക, ന്യൂട്രൽ മെൻറ്റാലിറ്റിയിൽ ചിന്തിക്കുക. അല്ലാണ്ട് ഞാൻ പറയട്ടെ ഒരു പ്രൈസ് വെച്ച്, ഇപ്പോൾ ഈ ഫോൺ എന്നല്ല ഏതൊരു കാര്യത്തിലും പ്രൈസ് വെച്ച് മാത്രം നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യരുത്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടുവാണെങ്കിൽ എൻ്റെ പ്രൈസ് എത്രയാണ് എന്ന് ആദ്യം നോക്കുന്നതിലുപരി ആ ഒരു പ്രൊഡക്റ്റ് പെർഫോം ചെയ്യുന്നുണ്ടോ, സ്പെസിഫിക്കേഷൻ എന്തോ ആയിക്കോട്ടെ, എൻ്റെ പ്രൈസ് എന്തോ ആയിക്കോട്ടെ, കയ്യിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീൽ എന്താണ്, യൂസർ എക്സ്പീരിയൻസ് എന്താണ്, അത് നല്ലതാണോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കുള്ളൂ. അല്ലാണ്ട് അതിപ്പോൾ 50,000 രൂപയുടെ ഐഫോൺ ആയാലും അല്ലെങ്കിൽ 20,000 രൂപയുടെ കുഞ്ഞു ഫോൺ ആയാലും പോലും പെർഫോമൻസ് എങ്ങനെയുണ്ട്, യൂസബിലിറ്റി എങ്ങനെയുണ്ട്, ഇത് നോക്കിയതിന് ശേഷം മാത്രമേ ഞാൻ പ്രൈസ് നോക്കുകയുള്ളൂ. ഞാൻ പലപ്പോഴും പല ആൾക്കാരോടും പറയാറുണ്ട്, സ്റ്റാർബക്സിൽ നിന്ന് ഇപ്പോൾ നിങ്ങളൊരു എക്സ്പ്രസ്സോ മേടിച്ചെന്ന് വിചാരിക്കുക, അഥവാ കട്ടൻ കാപ്പി നിങ്ങൾ മേടിക്കുകയെന്ന് വിചാരിക്കുക, അത് മേടിച്ചൊരു സാധാ ഗ്ലാസ്സിൽ പ്ലാസ്റ്റിക് കപ്പിൽ ഒഴിക്കുക. നിങ്ങളൊരു ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും കുഞ്ഞ് ചായക്കടയിൽ പോയിട്ട് ഇതേ ഒരു കട്ടൻ കാപ്പി മേടിക്കുക, സാധാ ഗ്ലാസ്സിൽ ഇടുക, എന്നിട്ട് ഇത് ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്താണെന്ന് പറഞ്ഞില്ല എങ്കിൽ ആൾക്ക് രണ്ടിനെക്കുറിച്ചും എത്രയാണ് രൂപ എന്ന് പറയുമ്പോൾ ആളുടെ മൈൻഡിലൊരു മെൻറ്റാലിറ്റി ഉണ്ടാകും അത് കുടിച്ചിട്ട്. എന്നാൽ ഇത് സ്റ്റാർബക്സിലെ കോഫിയാണ്, ഇത് അവിടെയുള്ള 10 രൂപയുടെ കോഫിയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ആ സമയത്ത് ആ 10 രൂപയുടെ കോഫി കുറച്ച് മോശമായിട്ട് തോന്നും. കാരണം ആ ഒരു പ്രൈസ് എന്ന് പറയുന്ന സാധനം മണ്ടയിൽ കയറുന്നുണ്ട്, അല്ലാണ്ട് ടോട്ടൽ എക്സ്പീരിയൻസ് ആൾക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇതേപോലത്തെ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് പെയ്ഡ് പ്രൊമോഷനായിട്ടും അത് ആൾക്കാർക്ക് എന്താണ് ഈ മോശമായി പോയി ബയസ്ഡ് റിവ്യൂ ഈ ഒരു രീതിക്കൊക്കെ ചിന്തിക്കാനുള്ള പ്രവണതകൾ കൂട്ടും. ഓക്കെ, ഇൻ ദ എൻഡ് എനിക്ക് ഇതേ പറയാനുള്ളൂ. നിങ്ങൾ ട്വീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തോ, പക്ഷേ എന്താണ് കാര്യം എന്നറിഞ്ഞിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ട്വീറ്റ് ചെയ്യുക. അല്ലാണ്ട് കാളെ പറ്റുമെന്ന് പറഞ്ഞിട്ട് കയറെടുത്തുകൊണ്ട് പോയി ട്വീറ്റ് ചെയ്യരുത്. നമ്മുടെ നത്തിങ്ങിൻ്റെ വീഡിയോ വരുന്നുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ, അത് കാണാനും മറക്കണ്ട. അത് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം. ബൈ.